നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കും തോറും, വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കും തോറും ദൈവം വിശ്വസ്തൻ ആണ് എന്ന് പറയാൻ, ദൈവം വിശ്വസ്തൻ എന്ന് എണ്ണാൻ പറ്റുന്നെങ്കിൽ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസം ശക്തി ആർജിക്കും. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, ഓരോ ദിവസവും പ്രതികൂലങ്ങളെ നോക്കി ഭാരപ്പെടാതെ ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. എല്ലാ വിടുതലിന്റെയും പിന്നിൽ നമ്മുടെ വിശ്വാസമാണല്ലോ. നിശ്ചയമായും കർത്താവ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരും. ആ വിശ്വാസത്തിന്റെ ഇഫക്റ്റ് അത്ഭുതകരമായ വിടുതൽ വേഗത്തിൽ കൊണ്ടുതരും. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂതിതാണ്, സാറ, അബ്രഹാമിന്റെ ഭാര്യയായ സാറ വളരെ വയസ്സ് എന്നവളായിരുന്നിട്ടും വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി അവൾ ദൈവത്തെ വിശ്വസ്തരെന്നെണ്ണി 24 വർഷം നീണ്ട 24 വർഷം ദൈവത്തെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കും. പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നില്ല, സാറ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ സാറ എങ്ങനെയാ കാത്തിരുന്നെന്ന്. പക്ഷേ എബ്രായ ലേഖനത്തിൽ വെളിപ്പാടുകൾ രേഖപ്പെടുന്ന പഴയ നിയമ ഭക്തന്മാരെ വെളിപ്പാടിൽ അവരെന്താണ്, എങ്ങനെയാണ് കർത്താവിനെ സേവിച്ചെന്നുള്ളത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുമ്പോൾ 11-ന്റെ 11-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തരെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് പറഞ്ഞാൽ വിശ്വസ്തരെന്ന് എണ്ണും തോറും നാം ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, വിശ്വസ്തരെന്ന് എണ്ണുമ്പോൾ ശക്തി പ്രാപിക്കും. ദൈവം വിശ്വസ്തനെന്ന് എണ്ണുമ്പോൾ ശക്തി പ്രാപിക്കും. നേരെ തിരിച്ചു എന്ത് ചോദിക്കേ, നമ്മൾ പിറുവിറുക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കുറയും, ശക്തി കുറയും. നമ്മൾ സംശയിക്കുമ്പോൾ ശക്തി കുറയും. യേശുവിന്റെ ശിഷ്യനായ പത്രോസ് യേശു കടലിന്മേൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ വളരെ ഭീതിപ്പെടുന്ന തിരമാലകളെ കീറി മുറിച്ചോ അല്ലെ അതിന് മുകളിലൂടെ കാൽപാദം വെച്ച് യേശു കടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസിന് വലിയൊരു ആഗ്രഹവും വിശ്വാസവും, കർത്താവേ, ഇത് നീയാണ് വരുന്നതെങ്കിൽ എന്നോട് ആ കടലിന്റെ വീതി നടക്കാനെന്ന് പറയണം. കർത്താവ് പറഞ്ഞു പോരെ. അവന്റെ വിശ്വാസം സ്ട്രോങ് ആയിരുന്നു. അവൻ വെള്ളത്തിന്റെ മുകളിലൂടെ, ആ കടലിൽ ഓളങ്ങളുടെ മുകളിലൂടെ നടന്നു. പക്ഷെ തിരമാല കണ്ട്, കാറ്റ് കണ്ട് പേടിച്ച് അവൻ മുങ്ങിത്തുടങ്ങി. ഹല്ലേലൂയ. നോക്കിക്കേ, ആദ്യം അവന് ഉറപ്പുണ്ടായിരുന്നപ്പോൾ അവന്റെ വിശ്വാസം വർദ്ധിച്ചു, അവൻ കാല് വെച്ചു. എന്നാൽ ഭയപ്പെട്ടപ്പോൾ, സംശയിച്ചപ്പോൾ വിശ്വാസം കുറഞ്ഞു. വിശ്വാസത്തിന്റെ ശക്തി കുറഞ്ഞപ്പോൾ കാൽ താഴാൻ തുടങ്ങി. എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് അറിയാമോ? പിശാച് പരാജയപ്പെടുന്നത് നമ്മൾ വിശ്വാസം കുറയ്ക്കുകയാണ്. വിശ്വാസം, ഒത്തിരി കാര്യങ്ങൾ സാറയ്ക്ക് ഉണ്ടായിരുന്നു വിശ്വസിക്കാതിരിക്കാൻ. ഇനി ഒരു വാഗ്ദത്തം കാത്തിരിക്കാതിരിക്കാനും സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഹാഗാർ ഓൾറെഡി ഒരു തലമുറയ്ക്ക് ജന്മം നൽകി കഴിഞ്ഞു, അബ്രഹാമിന്റെ വെപ്പാട്ടിയായ ഹാഗാർ. ഇനിയിപ്പം ഈ വാഗ്ദത്തം എന്തിനെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചേക്കാം. പക്ഷേ അവൾ ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണി, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പുത്രോത്പാദനത്തിന് അവൾ ശക്തി ആർജിച്ചു, ശക്തി പ്രാപിച്ചു. നിങ്ങൾ വിശ്വസിക്കൂ. ആമേൻ. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നാം ശക്തിപ്പെടും. വാഗ്ദത്തം നമ്മുടേതായി മാറും. ഹല്ലേലൂയ. വിശ്വാസം ശക്തിപ്പെടട്ടെ. ഹന്നയുടെ ജീവിതത്തിൽ എന്നും പ്രാർത്ഥനയാണ്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാകട്ടോ. വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസമുള്ളവൻ എന്നും പ്രാർത്ഥിക്കും. വിശ്വാസമുള്ളവൻ എന്നും പ്രാർത്ഥിക്കും തോറും വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കും തോറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയും വിശ്വാസവും രണ്ടും രണ്ടല്ല. പ്രാർത്ഥിക്കുന്നവന് വിശ്വാസം ദൈവം കൊടുക്കും. ദൈവത്തോടല്ലേ സംസാരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാ, ദൈവത്തോട് സംസാരിക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസം വർദ്ധിക്കും, ഉറപ്പ് വർദ്ധിക്കും. നമ്മൾ ബൈബിൾ വായിക്കാതിരിക്കുകയോ നമ്മൾ പ്രാർത്ഥിക്കുകയോ ചെയ്തായിരിക്കുകയാണല്ലോ നമ്മൾ കുറ്റം പറയുന്നവരാകും, നമ്മൾ സംശയിക്കുന്നവരാകും. എല്ലാവരും ഇങ്ങനെയൊക്കെയാന്ന് പറയും. പിന്നെ ലോകപ്രകാരമുള്ള നാട്ടുനടപ്പനുസരിച്ചുള്ള വാക്കുകളും വർത്തമാനങ്ങളും നമ്മളും പറയും. എല്ലാവർക്കും ഇങ്ങനെയൊക്കെയല്ലേ, മനുഷ്യരെല്ലാം ഇങ്ങനെയാണ്, ജീവിതത്തിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, എല്ലാവരുടെയും തലവരെ ഇതൊക്കെയല്ലേ. ഇതൊക്കെ ആരാ പറയുന്നത് അറിയാമോ? പ്രാർത്ഥിക്കാത്തവരാ, ദൈവത്തോട് സംസാരിക്കാത്തവരാ. ദൈവത്തോട് സംസാരിക്കുന്നവർ പറയുന്നത്, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട്, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായ ചില വാഗ്ദത്തങ്ങളുണ്ട്, അത് ദൈവം നിവർത്തിക്കും. എല്ലാവരുടെയും വര പോലെ അല്ല, എനിക്ക് എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാണുന്നില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം നടത്തും. ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞ് ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തൻ. പരീക്ഷകളിൽ അകപ്പെടാതെ നമ്മെ സൂക്ഷിക്കാനും ദൈവം വിശ്വസ്തനാണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി
തെസ്സലോനിക്കർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ 2 പ്രാവശ്യം പറയുമ്പോൾ ദൈവം അത് നമുക്ക് ഉറപ്പാക്കത്തില്ല. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് 1 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എഴുതിയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവന് എന്നത്രേ അത് നടത്താൻ ദൈവം ശക്തനാണ്, ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 19-ാം വാക്യം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവം കരുതിയിട്ടുണ്ട്. അത് ഇന്ന് കണ്ടില്ല, ഇന്ന് കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെന്ന് വരികയില്ല. ദൈവം നടത്തും, സമയമാകുമ്പോൾ ദൈവം ചെയ്യും. വിശ്വസിക്കേ. ഹല്ലേലൂയ. ദൈവം നടത്തും. കർത്താവിന്റെ അടുക്കൽ വന്നവരോടെല്ലാം കർത്താവ് പറയുന്നത് വിശ്വസിക്കുക. ഒരു മനുഷ്യൻ പറയാണ്, എന്റെ മകന് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, അവനെ തീയിലും വെള്ളത്തിലൊക്കെ അവനെ പിശാചി തള്ളിയിടുകയാണ്, എന്ത് ചെയ്യണം? നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ സൗഖ്യമാക്ക്. യേശു പറഞ്ഞ കഴിയെങ്കിൽ എന്നല്ല, വിശ്വസിക്കുന്നതിന് സകലതും കഴിയും. യോ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ അവിശ്വാസത്തെ കർത്താവ് ക്ഷമിച്ച് വിശ്വാസത്താൽ അവന് ആ മകന് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. അല്പവിശ്വാസങ്ങളൊക്കെ മാറ്റി ഒന്ന് വിശ്വസിക്ക്. ദൈവം വിശ്വസ്തൻ. ഈ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തെ വിശ്വസ്തനാണെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. ഹല്ലേലൂയ. നിന്റെ ദൈവം എവിടെയെന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അവന് ദൈവത്തിൽ രക്ഷയില്ലെന്നതിനെ കുറിച്ച് പലരും പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന കാര്യമാണ്. എന്നെ കുറിച്ച് പലരും പറയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. അപ്പൊ നീ എന്നാ പറയുന്നത്? ഞാനും അങ്ങനെ വിചാരിക്കുകയാണെന്നല്ല അവൻ പറഞ്ഞത്. അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. രാമൻ പറഞ്ഞേ, ഇതാ നമ്മുടെ ഭാഗത്തുനിന്ന് പറയേണ്ടത്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയമാണ്. അവര് പറയും നിനക്ക് രക്ഷയില്ല, ദൈവം നിന്നെ കൈവിട്ടത്. പക്ഷെ ഇല്ല, നീ എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ. ദൈവം വിശ്വസ്തൻ. വിശ്വാസത്താൽ സാറയും ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ട് അവൾ വിടുതലിനുള്ള ശക്തി ആർജിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വിടുതലുകൾക്ക് നിങ്ങളുടെ മേൽ ഒരു ശക്തി വ്യാപരിക്കുവാൻ നിങ്ങൾ ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണണം. ആമേൻ. ഇന്നു മുതൽ അങ്ങനെ ചെയ്തു നോക്കിയോ. ദൈവം വിശ്വസ്തനാണ്. വേഗത്തിൽ ദൈവിക ശക്തി വ്യാപരിക്കും. ഞാൻ പ്രാർത്ഥിക്കാം, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ, ഞങ്ങളുടെ മേൽ കിടക്കുന്ന ഒത്തിരി വാഗ്ദത്തങ്ങൾ, കർത്താവെ, ഞങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടേണ്ടത്, ഇതിനെല്ലാം കർത്താവ് ഞങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ആവശ്യമാണ്. അത് നടക്കാതെ വരുമ്പോൾ ഞങ്ങൾ സംശയിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഞങ്ങളുടെ ദൈവം വിശ്വസ്തൻ. ഞങ്ങളെ കൈവിടുകയില്ല. തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഹല്ലേലൂയ. ഈ മക്കൾക്ക് വേണ്ടി കർത്താവെ, നീ അത്ഭുതങ്ങളെ ചെയ്യണേ കർത്താവ്. ഇന്ന് ഏതൊക്കെ വിഷമത്തിലാണ്, ഏതൊക്കെ ഭാരത്തിലാണ് ഈ സന്ദേശം കേൾക്കുന്നത്, അവരുടെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ്, അവരുടെ ഭാരം അറിഞ്ഞ് കർത്താവരെ വിടുവിക്കണമേ. രോഗികളാണെങ്കിൽ അവർക്ക് സൗഖ്യം നൽകണമേ കർത്താവെ. സാമ്പത്തിക തകർച്ചയിലാണെങ്കിൽ കർത്താവ് കൂടി വഴികളെ തുറക്കണമേ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ അത്ഭുത വഴികൾ തുറക്കട്ടെ കർത്താവെ. നിന്റെ സമാധാനം കുടുംബങ്ങളിൽ വരട്ടെ. അവിടുന്ന് വിശ്വസ്തൻ. യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ നിങ്ങൾ കുറച്ചു പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.